മാത്യു കുഴൽനാടിനെതിരെ സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചേക്കും. ചിന്നക്കനാലിൽ നികുതി വെട്ടിപ്പ് നടത്തിയെന്ന പരാതി അന്വേഷിക്കാനാണ് നീക്കം. വക്കീൽ ഓഫീസ് വഴി കള്ളപ്പണം വെളുപ്പിച്ചുവെന്ന പരാതിയും വിജിലൻസിന് മുന്നിലുണ്ട്. CPM എറണാകുളം ജില്ലാ സെക്രട്ടറി നൽകിയ പരാതിയിലാണ് നീക്കം. അതേസമയം മാത്യു കുഴൽനാടന് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചു. സർക്കാർ നീക്കത്തെ നിയമപരമായി നേരിടുമെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. മാത്യുവിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാമെന്ന് CPM കരുതേണ്ടെന്ന് K മുരളീധരൻ MPയും പ്രതികരിച്ചു. ഏത് അന്വേഷണം നടത്തിയാലും അദ്ദേഹം സ്വാഗതം ചെയ്തു. മാത്യു കുഴൽനാടൻ അദ്ദേഹം വെല്ലുവിളിച്ചിട്ടുമുണ്ട്. പിന്നെ മാത്യു കുഴൽനാടനെ ഒറ്റ തിരിഞ്ഞ് ഒരു ആക്രമിക്കാനാണ് മാർക്സിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നത്. ശക്തമായ പ്രതിരോധം മാത്യു കുഴൽനാടിന് ചുറ്റും കോൺഗ്രസ് കവചം തീർക്കും, ഒരു സംശയവുമില്ല. കാരണം ആരോപണം ഉന്നയിക്കുന്ന ഒരാളെ വ്യക്തിഹത്യ ചെയ്യാനും അപമാനിക്കാനും ശ്രമിച്ചാൽ അത് പാർട്ടി കയ്യും കെട്ടി നോക്കിയിരിക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV വിനോദാണ് ചേരുന്നത്. വിനോദ്, ഈ മാസപ്പടി വിവാദത്തിൽ വിജിലൻസിന് പരാതി നൽകിയിട്ടും ഇതുവരെയും ഒരു നടപടിയും വിജിലൻസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് കഴിഞ്ഞ ദിവസമാണ് എറണാകുളം ജില്ലാ സെക്രട്ടറി വാർത്താ സമ്മേളനം വിളിച്ച് ഇത്തരത്തിലൊരു ആരോപണവും പരാതിയും ഉന്നയിക്കുന്നത്. ഉടനടി വിജിലൻസിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. എങ്ങനെ കാണണം? രാഷ്ട്രീയമായി മാനങ്ങൾ ഏറെയാണല്ലേ? രഞ്ജിനി, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു കേസെടുക്കും എന്ന കാര്യങ്ങൾ പുറത്തുവരുന്നത്. സർക്കാർ ഇതിന് ഉടൻ അനുമതി നൽകുമെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. മാത്യു കുഴൽനാടൻ ചിന്നക്കനാലിൽ നികുതി വെട്ടിപ്പ് നടത്തി. അതോടൊപ്പം തന്നെ വക്കീൽ ഓഫീസ് വഴി കള്ളപ്പണം വെളുപ്പിച്ചു. ചിന്നക്കനാലിൽ തന്നെ ഒരു കെട്ടിടമുള്ളപ്പോൾ അക്കാര്യം മറച്ചുവെച്ച് മറ്റൊരു നിർമ്മാണത്തിന് അനുമതി നേടി ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഉൾപ്പെടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എറണാകുളം ജില്ലാ സെക്രട്ടറി പരാതി നൽകിയത്. ഈ പരാതിയിൽ അന്വേഷണം പ്രഖ്യാപിച്ചേക്കുമെന്ന സാഹചര്യമാണ്. മാത്യു കുഴൽനാടിനെ സംബന്ധിച്ച് പ്രതിപക്ഷത്ത് നിന്ന് സർക്കാരിന്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ നേർക്കുനേർ നേരിടുന്ന നേതാവ്, സഭയ്ക്കുള്ളിലും പുറത്തും മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വാക്കുകൾ പ്രയോഗിക്കുന്ന ഒരു നേതാവാണ്. ഒരു പടി കൂടി കടന്ന് മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെ വരെ വിമർശിക്കുന്ന, പ്രത്യക്ഷമായി തന്നെ വാക്കുകളിലൂടെ വിമർശിക്കുകയും വസ്തുതാപരമായി തന്റെ വിമർശനം നടത്തുന്നുവെന്ന് മാധ്യമങ്ങളിൽ പറയുകയും ചെയ്യുന്ന ഒരു നേതാവാണ്. ആ നേതാവിനെതിരെയാണ് ഇപ്പോൾ ഒരു വിജിലൻസ് അന്വേഷണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. നേരത്തെ ഉയർന്ന ആരോപണങ്ങളാണ്. മാത്യു കുഴൽനാടൻ ചില മറുപടികൾ നൽകിയിട്ടുണ്ടെങ്കിലും UDF ഇപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായ പിന്തുണ നൽകുന്നു. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഇതിനകം തന്നെ വന്നു. അതുതന്നെയാണ് K മുരളീധരനും KC വേണുഗോപാലും ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നതും. ഏതായിരുന്നാലും ഈ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ കേസെടുത്തേക്കുമെന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ ഒരു സാഹചര്യം തന്നെയാണ് രാഷ്ട്രീയ അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിക്കുന്നതും. പള്ളി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ മാത്യു കുഴൽനാടിനെതിരെ വിജിലൻസ് അന്വേഷണം വരുന്നത്. നേരത്തെയും ഇത്തരത്തിലുള്ള വിജിലൻസ് അന്വേഷണം പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയൊക്കെ വന്നതാണ്. അന്നും അത് വലിയ രാഷ്ട്രീയ മാനമായിരുന്നു അന്ന് പ്രതിപക്ഷവും ഇതിനൊക്കെ ആരോപിച്ചത്. ഭരണപക്ഷം രാഷ്ട്രീയ പകപോക്കുകയാണ് എന്നാണ് പ്രതിപക്ഷം പറഞ്ഞത്. ഇന്നിപ്പോൾ ഈ മാസപ്പടി വിവാദം സഭയ്ക്കുള്ളിലായാലും പുറത്തായാലും വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് മാത്യു കുഴൽനാടൻ. അങ്ങനെയുള്ള ഒരു വ്യക്തിക്കെതിരെ ഈ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൻ അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൊക്കെ ഇത്തരത്തിലൊരു അന്വേഷണം പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്ന ഒരു വാദമുയർത്തി പ്രതിരോധിക്കാനായിരിക്കില്ലേ പ്രതിപക്ഷം സ്വാഭാവികമായും ശ്രമിക്കുക? അങ്ങനെ തന്നെയാണ്. കാരണം രാഷ്ട്രീയമായും നിയമപരമായും ഈ കേസിനെ നേരിടുക, ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ നിലയ്ക്ക് തന്നെ അതിനെ നേരിടുക എന്നത് തന്നെയാണ് നേരത്തെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർക്ക് ഈ അന്വേഷണം ഉണ്ടായപ്പോൾ എടുത്ത അതേ നിലപാട്. പക്ഷെ ഇപ്പോൾ സാഹചര്യത്തെ വ്യത്യസ്തമാക്കുന്നത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പാണ്. ഈ ഒരു സമയത്ത് പ്രതിപക്ഷത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കുക എന്നൊരു നീക്കമായി സർക്കാരിന്റെ ഈ നടപടിയെ UDF വ്യാഖ്യാനിക്കും. ആ നിലയ്ക്ക് തന്നെ ഇതിനെ നേരിടാനും അവർ തയ്യാറാവുകയും ചെയ്യും. അഴിമതി ആരോപണം അല്ലെങ്കിൽ സാമ്പത്തിക തിരിമറി, കള്ളപ്പണം വെളുപ്പിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ, നികുതി വെട്ടിച്ചു, ക്രമവിരുദ്ധമായി കെട്ടിട നിർമ്മാണത്തിന് അനുമതി നേടി തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ പരാതി നൽകിയിട്ടുള്ളത്. സർക്കാരിന്റെ അനുമതിയോടുകൂടി മാത്രമേ ഇതിൽ അന്വേഷണം നടത്താൻ കഴിയൂ. ആ ഒരു നടപടി, അതായത് സർക്കാരിന്റെ പ്രഖ്യാപനം ചിലപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ടായേക്കും എന്ന നിലയ്ക്കുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അതിനെ അഡ്വാൻസായി തന്നെ UDF പ്രതിപക്ഷം എതിർക്കുകയും അല്ലെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ തന്നെയാണ് ഇന്നത്തെ നേതാക്കളുടെ വാക്കുകളെ കാണേണ്ടതും. നമ്മൾ നേരത്തെ വാർത്ത നൽകിയിട്ടുണ്ട്. കാരണം നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് NSSന്റെ കേസ് ഒഴിവാക്കുന്നതിന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് NSSനെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം ഒരു വശത്ത്, അതേസമയം പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയുള്ള കേസുകൾ അടുത്ത ദിവസം EDക്ക് മുന്നിൽ K സുധാകരൻ ഹാജരാകുന്നുണ്ട്. ഇതും സർക്കാരും ഇടത് കേന്ദ്രങ്ങളും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്.
നമുക്ക് ഈ ഇലക്ഷന്റെ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. ഇതെല്ലാം പ്രചരണ വിഷയമാകും. ജനങ്ങൾക്ക് മുന്നിലെത്തുന്ന വളരെ പെട്ടെന്ന് ജനങ്ങൾക്ക് മുന്നിലെത്തുകയും ഇലക്ഷന്റെ ദിവസങ്ങളിൽ ഇത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുമെന്ന് സർക്കാരിനും അറിയാം, പ്രതിപക്ഷ പാർട്ടികൾക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഏറെ ശ്രദ്ധ കൈവരിക്കുന്നതും. യെസ്, വി വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. വിജിലൻസ് അന്വേഷണം, മാത്യു കുഴൽനാടനെതിരെ വിജിലൻസ് അന്വേഷണം ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പോരാട്ടച്ചൂടിൽ പുതുപ്പള്ളി. പുതുപ്പള്ളിയിലെ LDF സ്ഥാനാർത്ഥി ജേക്ക് സി തോമസ് അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും പ്രകടനമായി എത്തിയാണ് ഭരണാധികാരിയായ കോട്ടയം RDOയ്ക്ക് മുമ്പാകെ പത്രിക സമർപ്പിക്കുക. വൈകിട്ട് നടക്കുന്ന ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന UDF കൺവെൻഷനുകൾ ഇന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ വേർപാടിന്റെ 30ാം ദിനമായി ഇന്ന് പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേർന്നു. ശ്രീജിത്ത്, ആദ്യം LDFന്റെ CPMന്റെ വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ജേക്ക് സി തോമസിന്റെ പത്രികാ സമർപ്പണം അല്പസമയത്തിനകം ഉണ്ടാകുമല്ലേ? ഒപ്പം തന്നെ LDF കൺവെൻഷൻ നടക്കുന്നു, CPM സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആദ്യം അങ്ങോട്ടൊന്ന് വിടുവോ? തീർച്ചയായും ഇവിടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ സ്ഥാനാർത്ഥി ജേക്ക് സി തോമസ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിന്ന് പത്രികാ സമർപ്പണത്തിനായി തൊട്ടടുത്തുള്ള RDO ഓഫീസിലേക്ക് പോകും. മിനി സിവിൽ സ്റ്റേഷനിലാണുള്ളത്. LDFന്റെ ഏതാണ്ട് മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മന്ത്രി VN വാസവൻ, ഒപ്പം തന്നെ ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ ഉൾപ്പെടെയുള്ളവരും രാവിലെ തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. എന്തായാലും ഇന്നാണ് ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. അതുകൊണ്ട് തന്നെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവരും ഇവിടേക്ക് എത്തിച്ചേരും. അല്പസമയത്തിനുള്ള അദ്ദേഹം എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവിടെ നേതാക്കളുടെ വലിയ തിരക്ക് ഉണ്ട് എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. എന്തായാലും ഈ EP ജയരാജനൊപ്പം തന്നെ VN വാസവൻ ഉൾപ്പെടെയുള്ളവർ ഒരു മാർച്ചായിട്ട്, അതായത് ഇവിടുത്തെ ഒരു പ്രകടനമായിട്ടാണ് ഇവിടേക്ക് പോവുക. അതായത് തൊട്ടടുത്തുള്ള ഏതാണ്ട് 300-400 മീറ്റർ മാത്രം ദൂരെയുള്ള ഓഫീസിലേക്ക് പോകുക. അവിടെ എത്തിയ ശേഷമായിരിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. ജില്ലാ നേതാക്കളായിരിക്കും CPM CPI ജില്ലാ സെക്രട്ടറിമാർ, ഒപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ ജില്ലാ അധ്യക്ഷൻ, അങ്ങനെയുള്ള നേതാക്കളായിരിക്കും ഈ ഒരു പത്രികാ സമർപ്പണത്തിന് ഉള്ളിലുണ്ടാവുക. NCP നേതാവ് KR രാജനും ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് EP ജയരാജനും VN വാസവനും പത്രികാ സമർപ്പണത്തിനായി ഉള്ളിൽ ഉണ്ടാകില്ല. എന്തായാലും അതിനുശേഷം EP ജയരാജന്റെ വാർത്താ സമ്മേളനവും തീരുമാനിച്ചിട്ടുണ്ട്. രഞ്ജിനി. യെസ്, ജി ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ജേക്ക് സി തോമസിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അല്പസമയത്തിനകം നടക്കും. ഇന്നിപ്പോൾ LDF കൺവെൻഷൻ കൂടി നടക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ശ്രീജിത്ത്, UDFന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ UDFന്റെ കൺവെൻഷനുകൾ ഇന്നും നടക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പങ്കെടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ, ഇന്നിപ്പോൾ ചാണ്ടിയുമ്മന്റെ പ്രചാരണമൊക്കെ ഏത് രീതിയിലാണ്? ഒപ്പം തന്നെ ഈ ഉമ്മൻചാണ്ടിയുടെ വേർപാടിന്റെ 30ാം ദിനം കൂടിയാണ്. അതും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെയും അവിടെ നടന്നിരുന്നല്ലോ. തീർച്ചയായും ഉമ്മൻചാണ്ടിയുടെ മരണത്തിന്റെ 30ാം ദിവസമാണ് ഇന്ന് നടന്നത്. സാധാരണഗതിയിൽ 3ാം ദിവസം അല്ലെങ്കിൽ 9ാം ദിവസം, പിന്നീട് 30, 40 ഇത്തരം ചടങ്ങുകളാണ് പള്ളിയിൽ നടക്കുക. പ്രത്യേക കുർബാന ഉണ്ടായിരുന്നു. കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ ഈ കുർബാനയിൽ പങ്കെടുത്തു. ഒപ്പം തന്നെ മണ്ഡലത്തിലുള്ള കോൺഗ്രസിന്റെയും UDFന്റെ നേതാക്കളും ഒക്കെ രാവിലെ നടന്ന ഈ കുർബാന ചടങ്ങിൽ പങ്കെടുത്തു. അതിനുശേഷം കല്ലറയിൽ പ്രത്യേക പ്രാർത്ഥന, ധൂപ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. ഈ ചടങ്ങിലും പങ്കെടുത്തു. ഇനി 40ാം നാളാണ് അടുത്ത പ്രധാനപ്പെട്ട ചടങ്ങ്. അതോടുകൂടിയാണ് ഈ മരണാനന്തര ചടങ്ങുകൾ പൂർത്തിയാക്കുക. എന്തായാലും ഉമ്മൻചാണ്ടിയുടെ ഇത്തരം ചടങ്ങുകൾ നിൽക്കുന്ന സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. ചാണ്ടിയുമ്മനും ഒപ്പം തന്നെ BJP സ്ഥാനാർത്ഥി ലിജിൻ ലാലും ഒക്കെ മണ്ഡലത്തിൽ പര്യടനത്തിലാണ്. വിവിധയിടങ്ങളിൽ അയർക്കുന്നത്തായിരുന്നു ലിജിൻ ലാൽ ഇപ്പോൾ രാവിലെ ഉണ്ടായിരുന്നത്. അനിൽ K ആന്റണിയും പ്രചരണത്തിന് മണർകാട് ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ഉണ്ട്. ഇപ്പുറത്ത് ചാണ്ടിയുമ്മൻ പള്ളിയിലെ ചടങ്ങിന് ശേഷം പുതുപ്പള്ളി മേഖലയിൽ തന്നെയാണ് ഇന്ന് പ്രചരണവും കാര്യങ്ങളും ഒക്കെ ഈ സമയത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നാമനിർദ്ദേശ പത്രിക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക്, തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത്തിലേക്ക് LDF കടക്കുന്നു. 4 സെറ്റ് പത്രികയാണ് സമർപ്പിക്കുക. DYFI ആണ് ജയിക്കിന് കെട്ടിവെക്കാനുള്ള തെരഞ്ഞെടുപ്പ് തുക കൈമാറുക.
CPM-ന്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും എത്തിച്ചേരുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ തിരക്കിന്റെ ദിവസമാണ്. മന്ത്രിമാരെല്ലാം ഏതാണ്ട് 22, 23 തീയതികളിലൊക്കെ ആയിട്ട് വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നു. അങ്ങനെ വലിയ പരിപാടികളിലേക്ക് കടക്കുകയാണ്. വൈകുന്നേരം LDF-ന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ, MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ എല്ലാവരും തന്നെ പങ്കെടുക്കുന്നു. തൊട്ടിപ്പുറത്ത് UDF-ന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ 2 ദിവസം മുമ്പ് പൂർത്തിയായിരുന്നു. അതിന് പിന്നാലെ ഇന്നലെയും ഇന്നുമൊക്കെയായി വിവിധ മണ്ഡല തലത്തിലുള്ള കൺവെൻഷനുകൾ നടക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ, PJ ജോസഫ് അങ്ങനെയുള്ള നേതാക്കളാണ് ഇന്നത്തെ കൺവെൻഷനുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കുറച്ചുകൂടി വീറും വാശിയുമേറിയ പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. കൂടുതൽ സംസ്ഥാനങ്ങൾ ഇന്നലെയും മിനിങ്ങാന്നുമൊക്കെ സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വാക്പോരായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നത് ഒരുപക്ഷെ സംസ്ഥാന നേതാക്കൾ തന്നെ ഏറ്റെടുക്കുന്നു. എന്തായാലും അല്പസമയത്തിനുള്ളിൽ MV ഗോവിന്ദൻ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അദ്ദേഹം കൂടി എത്തിയ ശേഷമായിരിക്കും ഇവിടെ നിന്ന് ഒരു വലിയ പ്രകടനമല്ല, പക്ഷെ ഒരു പ്രകടനമായി നേതാക്കളെല്ലാം ഉൾപ്പെടുന്ന ഒരു പ്രകടനമായി തന്നെ പോകുന്നു. എന്തായാലും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കൂടി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കാൻ കോട്ടയത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അദ്ദേഹം കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ വാഹനത്തിൽ ഇറങ്ങിയിരിക്കുന്നു. എന്തായാലും CPM-നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇന്ന് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അദ്ദേഹം ജില്ലാ കമ്മിറ്റി ഓഫീസിനുള്ളിലേക്ക് പോകുന്നു. AV റസൽ, CPIM കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗം, അദ്ദേഹം കൂടി ഇദ്ദേഹത്തിനൊപ്പം കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും പത്രികാ സമർപ്പണത്തിന് ഉള്ളിലേക്ക് അവിടെ വിവിധ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. EP ജയരാജൻ ഉൾപ്പെടെയുള്ളവർ ഉണ്ടെങ്കിൽ പോലും അവിടെ ഈ പത്രികാ സമർപ്പണത്തിന്റെ ഉള്ളിലേക്ക് കടക്കുക ഈ ജില്ലാ നേതാക്കളായിരിക്കും. CPIM ജില്ലാ സെക്രട്ടറി AV റസൽ, CPI-യുടെ ജില്ലാ സെക്രട്ടറി VB ബിനു, ഒപ്പം തന്നെ UDF കൺവീനറും ഒപ്പം തന്നെ കേരള കോൺഗ്രസ് ജോസ് വിഭാഗം ജില്ലാ അധ്യക്ഷനുമായ ലോപ്പസ് മാത്യു, ഒപ്പം തന്നെ NCP പ്രതിനിധീകരിച്ച് KR രാജൻ, ഇത്രയും നേതാക്കൾ 4 നേതാക്കൾക്കാണ് ഉള്ളിൽ പ്രവേശിക്കാൻ അനുമതിയുള്ളത്. ആ 4 നേതാക്കളും ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നേതാക്കൾ എല്ലാവരും ഈ പത്രികാ സമർപ്പണത്തിന് തൊട്ട് മുന്നോടിയായി ഈ ഹാളിനുള്ളിലേക്ക്, ഇവിടെ മുറിക്കുള്ളിലേക്ക് കടന്നിരിക്കുന്നു. അവിടെ VN വാസവനുണ്ട്, EP ജയരാജനുണ്ട്, ഒപ്പം തന്നെ ഇപ്പോൾ എത്തിയ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമുണ്ട്. എന്തായാലും CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട നേതൃത്വം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കോട്ടയത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. തെരഞ്ഞെടുപ്പ് കൺവെൻഷന് തുടക്കമാകുന്നു. അങ്ങനെ ഔദ്യോഗികമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് CPIM ഇടതുമുന്നണി കടക്കുന്നു എന്നുള്ളതാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ വിവിധ തരത്തിലുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വികസന സന്ദേശം ഉയർത്തിയുള്ള സമ്മേളനങ്ങൾ, വിവിധ മേഖലാ സമ്മേളനങ്ങൾ. LDF-ന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്ന് നടക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ JC തോമസിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണവും നടക്കും. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, LDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അവിടെയുണ്ട്. തൊട്ടുമുമ്പാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അവിടേക്ക് എത്തിയത്. അല്പസമയത്തിനുള്ളിൽ പത്രികാ സമർപ്പണം ഉണ്ടാകും. G ശ്രീജിത്താണ് അവിടെ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്. പുതുപ്പള്ളിയിൽ ജനങ്ങളുടെ പ്രതികരണം പോസിറ്റീവ് എന്ന ചാണ്ടി ഉമ്മൻ. UDF നേതാക്കളെല്ലാം മണ്ഡലത്തിലുണ്ട്. ചെരുപ്പിടാതെയാണ് ഇന്ത്യ മുഴുവൻ നടന്നത്. ട്രോളുകൾ പുതിയതല്ല എന്നും ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചു. ഐശ്വര്യാനിന്റെ റിപ്പോർട്ട്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ചൂടിലാണ്. UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ വീടുകൾ കയറിയുള്ള പ്രചാരണത്തിനിടയിലാണ്, തിരക്കിലാണെന്ന് അറിയാം. എങ്കിലും എങ്ങനെയുണ്ട് പ്രചാരണത്തിന്റെ ഒരു ജനങ്ങളുടെ ഒരു പ്രതികരണം? എങ്ങനെയാണ്? വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഉള്ളത്. തീർച്ചയായിട്ടും ഇതെന്റെ വാർഡാണ്, എന്റെ ബൂത്താണ്, എന്റെ നാടാണ്. അപ്പം സ്വാഭാവികമായിട്ടും എന്നെ അവർ മൊത്തമായിട്ട് അറിയുന്നതാണല്ലോ. ഈ UDF നേതാക്കളൊക്കെ ഇവിടെയുണ്ട്. അവര് നേതൃത്വം കൊടുക്കുന്ന ഒരു ക്യാമ്പയിൻ, പ്രതിപക്ഷ നേതാവൊക്കെ നേരിട്ടെത്തി ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രചരണമാണ്. LDF-നും ഇന്നു മുതൽ അങ്ങനെ തന്നെയായിരിക്കും. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഉണ്ട്, EP ജയരാജൻ എത്തുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. തീർച്ചയായിട്ടും അത് വ്യക്തമായിട്ടും ഞങ്ങളുടെ ലീഡർഷിപ്പ് മുഴുവനുണ്ട്. എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഞാൻ അറിയിക്കും. ഈ ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിലടക്കം ഒരുപാട് ട്രോളുകൾ വരുന്നുണ്ട്. അതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഏത് ട്രോളാണ് പുതുതായിട്ടുള്ളത്? എനിക്ക് അതിനെക്കുറിച്ച് ഒരു അറിവില്ല. അതൊക്കെ എങ്ങനെ ഇലക്ഷന്റെ ഒരു ചൂടിൽ ഞാൻ കാണുന്ന പോലുമില്ല. നമുക്കിവിടെ വീട് കയറാനുള്ള ധൃതി നിൽക്കുക, അല്ലെങ്കിൽ നമ്മൾ ക്യാമ്പയിൻ തിരക്കാണ്, അതിനിടയ്ക്ക് സമയം നമുക്കില്ല. പക്ഷെ ഏത് ട്രോളോ പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എനിക്കറിയത്തില്ല. ഈ ചെരുപ്പിടാതെ നടക്കുന്നതും ഞാൻ ചെരുപ്പിടാതാണല്ലോ ഇന്ത്യ മൊത്തം നടന്നിട്ടുള്ളത്. എനിക്ക് സൗകര്യം ചെരുപ്പിടാതെ നടക്കുന്നതാണ്. കാരണം ഇത് എവിടെയെങ്കിലും ചെല്ലുമ്പം ഊരി കയറണം, പിന്നെ തിരിച്ചിടണം. അതിന് ചെരുപ്പിടാതെ നടന്ന അത് സെയിം ലോജിക്കാണ്. മാത്രമല്ല നമുക്ക് ഭൂമിയായിട്ട് ടച്ച് വരുമ്പം റിയാലിറ്റിയായിട്ട് നമ്മൾ ടച്ച് വരും.
ഇനി എങ്ങനെയാണ് ഇന്നത്തെ ബാക്കി പ്രചരണങ്ങളൊക്കെ? ഇന്ന് മുഴുവൻ വീട് കയറ്റമാണ്. 1-2 ഓഫീസുകൾ പ്രധാനപ്പെട്ടവരെ സന്ദർശിക്കണം, അല്ലാതെ വേറെ. അപ്പൊ എന്തായാലും UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ വീട് കയറിയുള്ള പ്രചരണം തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. UDF എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ഐശ്വര്യ, ന്യൂസ് 18 പുതുപ്പള്ളി. യെസ്, ഐശ്വര്യാന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ജെയ്ക്സി തോമസിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അല്പസമയത്തിനുള്ളിൽ നടക്കും. അവിടെ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം എത്തിയിരുന്നു. നേരത്തെ തന്നെ EP ജയരാജൻ, VN വാസവൻ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. തൊട്ടു മുമ്പാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവിടേക്ക് എത്തിയത്. പ്രധാനപ്പെട്ട CPM നേതാക്കൾ, CPI നേതാക്കൾ, മറ്റ് ഘടകകക്ഷി നേതാക്കൾ എല്ലാം തന്നെ അവിടെയുണ്ട്. അല്പസമയത്തിനുള്ളിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീത്ത് അവിടെ നിന്നും ചെയ്യുന്നുണ്ട്. ശ്രീത്ത്, അവിടുത്തെ സാഹചര്യവും വിശദാംശങ്ങളും. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി ഇടത് നേതാക്കൾ ഉൾപ്പെടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിന്ന് പുറപ്പെടാൻ പോകുന്നു. അതിന്റെ മുൻപുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. സ്ഥാനാർത്ഥി ഇതിനകം തന്നെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുകയാണ്. ഷാളിട്ട് സ്വീകരിക്കും. അത് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഷാളിട്ട് സ്വീകരിക്കും. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും CPIM അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിലെ ഘട്ടത്തിലേക്ക് പോകുന്നു. സ്ഥാനാർത്ഥി ജെയ്ക്സി തോമസിനെ ആശീർവദിച്ചു വിടുകയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എന്തായാലും ഒപ്പം തന്നെ VN വാസവൻ, മന്ത്രി VN വാസവൻ ഉൾപ്പെടെയുള്ളവരും അദ്ദേഹത്തെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഷാൾ അണിയിക്കുന്നു. കടന്നപ്പള്ളി രാമേന്ദ്രൻ, കോൺഗ്രസ് നേതാവ് കടന്നപ്പള്ളി രാമേന്ദ്രൻ, അങ്ങനെ ഏതാണ്ട് എല്ലാ ഘടകകക്ഷി നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കൾ, EP ജയരാജനെ പോലെയുള്ള ഇടതുമുന്നണിയുടെ കൺവീനർ, അങ്ങനെ എല്ലാവരും ആശീർവദിച്ചുകൊണ്ട് നാമനിർദ്ദേശ പത്രിക വിജയിച്ചു വരുമെന്നാണ് EP ജയരാജൻ പറയുന്നത്. എന്തായാലും എല്ലാ ആശംസകളും. VN വാസവൻ എന്തോ പറയുന്നുണ്ട്. അങ്ങോട്ട് കയറാൻ പറ്റും, ആർക്കും പോകാൻ പറ്റില്ല. അതുകൊണ്ട് 1 സ്ഥാനാർത്ഥി, 2 LDF കൺവീനർ, 3 VV ബിനു, 4 നമ്മുടെ AV റസൽ, 5 രാധാകൃഷ്ണൻ, 5 KR രാജൻ. എങ്ങനെയാണ് ഈ ഘട്ടത്തിലുള്ള പത്രസമ്മേളനം ഉണ്ടല്ലോ, പത്രസമ്മേളനം ഉണ്ട്. അതിനിടയ്ക്ക് വെച്ച് പ്രശ്നം ഉണ്ടാക്കാതെ നമ്മൾ പ്രശ്നം ഉണ്ടാക്കണേ. പത്രസമ്മേളനം ഉണ്ടല്ലോ, പറഞ്ഞിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിനുള്ളിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അതിനുള്ളിലേക്ക് ആർക്കൊക്കെ കടക്കാം എന്നതടക്കമുള്ള ഒരു പൊതു നിർദ്ദേശങ്ങൾ നൽകുകയായിരുന്നു മന്ത്രി VN വാസവൻ. എന്തായാലും നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി CPM നേതാക്കൾ ഉൾപ്പെടെ സ്ഥാനാർത്ഥി ജെയ്ക്സി തോമസിനൊപ്പം ഇവിടെ നിന്ന് RDO ഓഫീസിലേക്ക് നടന്നു പോകുന്നു. ഇവിടെ നിന്ന് ഏതാണ്ട് 1/2 കിലോമീറ്റർ താഴെ മാത്രമാണ് ദൂരം ഉള്ളത്. എന്തായാലും ഇടതുമുന്നണിയുടെ പത്രികാ സമർപ്പണത്തിലേക്ക് ഇടതുമുന്നണി കടക്കുന്നു. നാളെയാണ് ഇപ്പുറത്ത് UDFന്റെ പത്രികാ സമർപ്പണം ഉള്ളത്. നാളെ BJP സ്ഥാനാർത്ഥി ലിജിൻ ലാലും പത്രികാ സമർപ്പണം നടത്തും. ചാണ്ടി ഉമ്മനും UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മനും പത്രിക സമർപ്പിക്കും. എന്തായാലും അവർ രണ്ടുപേരും പള്ളിക്കത്തോട് BDO ഓഫീസിലാണ്, ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസിലാണ് പത്രിക സമർപ്പിക്കുന്നത്. എന്തായാലും ഈ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ ഈ ജയിക്കിനെ അനുഗമിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായുള്ളത്. സാധാരണ നമ്മൾ തെരഞ്ഞെടുപ്പിലൊന്നും ഇത്രയധികം ഒരു വലിയ നേതാക്കളുടെ കൂട്ടം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഉണ്ടാകാറില്ല. ഇവിടെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പങ്കെടുത്തുകൊണ്ട് ഒരു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് കാൽനടയായി പോവുകയാണ്. എന്തായാലും നേതാക്കളുടെ വലിയൊരു നിരയോടെയാണ് ഇവിടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി പോകുന്നത് എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. നേതാക്കളുടെ വലിയ നിരയാണ്. ഇവിടെ പ്രവർത്തകർ വലിയ രീതിയിൽ കൂടണമെന്ന നിർദ്ദേശം നൽകിയിട്ടില്ല, മറിച്ച് നേതാക്കളാണ് ഉള്ളത്. നേതാക്കളുടെ വലിയൊരു നിരയുണ്ട്. അത് സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട CPMന്റെ മുഖം തന്നെയായ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഉണ്ട്. ഒപ്പം തന്നെ ഇപ്പുറത്ത് LDF കൺവീനർ EP ജയരാജനുണ്ട്, മന്ത്രി VN വാസവനുണ്ട്, കടന്നപ്പള്ളി രാമേന്ദ്രനുണ്ട്, ജില്ലാ സെക്രട്ടറി AV റസൽ, ഒപ്പം തന്നെ CPIയുടെ ജില്ലാ സെക്രട്ടറി VB ബിനു, NCP നേതാവ് KR രാജൻ, അങ്ങനെ
വലിയ നേതാക്കളുടെ ജില്ലയിലെയും സംസ്ഥാനത്തെയും പ്രധാനപ്പെട്ട നേതാക്കളുടെ വലിയൊരു കൂട്ടം തന്നെ ഉണ്ട്. എന്തായാലും ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 400 മീറ്ററെങ്കിലും ദൂരെയാണ് ഈ RDO ഓഫീസ് ഉള്ളത്. അവിടെ എത്തിയാണ് പത്രികാ സമർപ്പണം. അതിൽ പത്രികാ സമർപ്പണം 4 സെറ്റ് പത്രികകൾ സമർപ്പിക്കുന്നു എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിന് പിന്നാലെ DYFI ആണ് ഈ പത്രികാ സമർപ്പണത്തിലുള്ള പണം നൽകുന്നത്. എന്തായാലും ഇതിനു മുൻപ് മാധ്യമങ്ങളൊക്കെ EP ജയരാജനോടക്കം ഇവിടുത്തെ ഒരു വിജയ സാധ്യത അടക്കം ചോദിച്ചപ്പോൾ അതെല്ലാം പറയാം. അതിന് 11:30 EP ജയരാജന്റെ വാർത്താ സമ്മേളനം വെച്ചിട്ടുണ്ട്. എന്തായാലും പത്രികാ സമർപ്പണത്തിലടക്കം വളരെ നിർണായക പങ്ക് വഹിച്ചുകൊണ്ട് EP ജയരാജൻ ഉൾപ്പെടെയുള്ളവർ എത്തുന്നു, ഈ പ്രകടനത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് പുതുപ്പള്ളിയുടെ ഒരു പ്രധാന നിറമായി ഇന്ന് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കുന്നത്. എന്തായാലും വലിയൊരു സാധാരണഗതിയിൽ വലിയ പ്രവർത്തകരുടെ അകമ്പടിയാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. വലിയ ആഘോഷങ്ങളോടെയും മുത്തുക്കുടയും അങ്ങനെയുള്ള വലിയ വലിയ ആഘോഷങ്ങളോടെയാണ് സാധാരണഗതിയിൽ പ്രകടനം നടക്കാറുള്ളത്. പക്ഷേ ഇവിടെ സംസ്ഥാനത്തെ CPMന്റെ ഏറ്റവും മുതിർന്ന നേതൃത്വം LDFന്റെ നേതൃത്വം തന്നെ ഇവിടെ എത്തുന്നു. അങ്ങനെ പത്രികാ സമർപ്പണത്തിനായി നേതാക്കൾ ഇവിടെ നിന്ന് RDO ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തിരുനക്കര തന്നെയാണ് ഈ ഓഫീസുള്ളത്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എടുത്തു പറയാനുള്ളത് 2 ഓഫീസുകളും, അതായത് വരണാധികാരിയായ RDOയുടെ ഓഫീസും ഒപ്പം തന്നെ ഉപവരണാധികാരിയുടെ ഓഫീസും അത് മണ്ഡലത്തിന് പുറത്താണുള്ളത്. അതായത് നേരത്തെ മണ്ഡലത്തിന്റെ ഭാഗമായിരുന്ന പള്ളിക്കത്തോട് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസിലാണ് UDF സ്ഥാനാർത്ഥിയും BJP സ്ഥാനാർത്ഥിയും പത്രിക സമർപ്പിക്കുന്നത്. അതിപ്പോ പുതുപ്പള്ളി മണ്ഡലത്തിന്റെ ഭാഗമല്ല, ഇപ്പുറത്ത് കോട്ടയം മണ്ഡലത്തിലാണ് RDO ഓഫീസുള്ളത്. അങ്ങനെ ഈ 2 ഓഫീസുകളും ഇതിന് പിന്നിലാണ് ഉള്ളത് എന്നുള്ളതാണ് എടുത്തു പറയുന്നത്. എന്തായാലും നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി നേതാക്കൾ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ എത്തുന്നു. വലിയ നേതാക്കളുടെ വലിയൊരു ബാഹുല്യത്തോടുകൂടി സംസ്ഥാനത്തെ MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ജയിക്കിനെ അനുഗമിക്കുന്നു. അതായത് എന്താണ് CPIM പുതുപ്പള്ളിയിൽ നടത്താൻ പോകുന്ന മത്സരം, അതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ഒരു പത്രികാ സമർപ്പണ ചടങ്ങിലേക്ക് അതിനായി ഈ നേതൃനിര ഒന്നടങ്കം ജയിക്കിനൊപ്പം അനുഗമിക്കുന്നത്. പക്ഷേ ഈ പത്രികാ സമർപ്പണ ഹാളിനുള്ളിലേക്ക് അവർ കടക്കാൻ വഴിയില്ല. ഇതിന് തൊട്ടടുത്ത് ഈ ഓഫീസ് വരെ എത്തുക, ഈ പ്രകടനത്തെ അനുഗമിക്കുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വൈകാതെ അവർ ഇവിടേക്ക് എത്തിച്ചേരും. ഇവിടെ പ്രകടനമായി അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഏതാണ്ട് 100 മീറ്റർ മാത്രമേ ഉള്ളൂ ഈ RDO ഓഫീസിലേക്കുള്ള ദൂരം. അവിടെ എത്തിയാൽ പത്രികാ സമർപ്പണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. അതിനുശേഷം ഒരുപക്ഷെ ഇന്നത്തെ രാഷ്ട്രീയത്തെ, ഈ ദിവസത്തെ രാഷ്ട്രീയത്തെയൊക്കെ നിർണ്ണയിക്കാൻ സാധ്യതയുള്ള EP ജയരാജന്റെ വാർത്താ സമ്മേളനം. നമുക്കറിയാം, തെരഞ്ഞെടുപ്പുകളിലൊക്കെ EP ജയരാജന്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകളൊക്കെ വളരെ നിർണായകമാകാറുണ്ട്. രാഷ്ട്രീയ പ്രസ്താവനകൾ, ചില രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ നടത്തുന്നതിൽ EP-യുടെ പങ്ക് CPM-ൽ വളരെ വലുതാണ്. സമീപകാലത്ത് ഒരുപക്ഷെ നേതൃനിരയോട് വല്ലാതെ ചേർന്നൊന്നും നിൽക്കുന്ന ആളായിട്ടല്ല EP ജയരാജൻ കാണാറുള്ളത്. ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് LDF കൺവീനറായി നിൽക്കുമ്പോഴും പല പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതൊക്കെ പല സമയങ്ങളിലായി വാർത്തകളിൽ ഇടം നേടുകയും ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും അതിനെല്ലാം പിന്നാലെയാണ് ഇവിടെ ഈ ഒരു പത്രികാ സമർപ്പണ ചടങ്ങിലേക്ക് EP ജയരാജൻ കൂടി എത്തുന്നത്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം എന്തായാലും 11:00 അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപക്ഷെ അത്തരൊരു വാർത്താ സമ്മേളനത്തിലേക്ക് കടന്നാൽ തൊട്ടിപ്പുറത്ത് അതിന് മറുപടി നൽകാൻ വിവിധ കൺവെൻഷനുകളിൽ VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, അതായത് ഇപ്പുറത്ത് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും മുൻനിര നേതാക്കൾ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും ഇവിടുത്തെ ഓഫീസിനടുത്തേക്ക്, RDO ഓഫീസിന് മുന്നിലേക്ക്, ഭരണാധികാരിയുടെ ഓഫീസിന് മുന്നിലേക്ക് ഈ നേതൃനിര എത്തുകയാണ്. ജെയ്സി തോമസിനൊപ്പം ഈ നേതാക്കൾ കൂടി അനുഗമിച്ചുകൊണ്ട് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇനി അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പണമാണുള്ളത്. ഏതാണ്ട് 11 മണിയോടുകൂടി ഇവിടെ നിന്ന്
ഇവിടെ എത്തി നാമനിർദ്ദേശ പത്രികാ സമർപ്പണം എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത്. പക്ഷേ 11 മണിയോടുകൂടി ഓഫീസിൽ നിന്നുള്ള യാത്ര തുടങ്ങുക, അതാണ് അവർ ഉദ്ദേശിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കേണ്ടി വരും. എന്തായാലും ഇവിടെ ഈ ഒരു പാർട്ടി ഈ RDO ഓഫീസിന് മുന്നിലേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ CPM-ന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണമോടെ പുതുപ്പള്ളിയിൽ നടക്കും. ജെയ്സി തോമസ് ഒപ്പം എല്ലാവരും കാൽനടയായി CPM സംസ്ഥാന സെക്രട്ടറി LDF കൺവീനർ EP ജയരാജൻ, ഒപ്പം തന്നെ CPM-ന്റെ പ്രധാനപ്പെട്ട മറ്റ് നേതാക്കൾ, CPI-യുടെ നേതാക്കൾ, മറ്റ് ഘടകകക്ഷി നേതാക്കൾ എല്ലാവരും തന്നെ ഒന്നിച്ച് കാൽനടയായി നടന്നെത്തിയാണ് പത്രിക സമർപ്പിക്കുന്ന. അല്പസമയത്തിനുള്ളിൽ തന്നെ പത്രികാ സമർപ്പണം ഉണ്ടാകുമെന്ന് കരുതുന്നു. അതിലേക്ക് വേഗത്തിൽ മടങ്ങിയെത്താം മൊഴിയുടെ വേളയ്ക്ക് ശേഷം. ഞാൻ ഈ മരത്തിന്റെ ചുവട്ടിൽ വന്നതാണ്, പക്ഷേ വരുമ്പോൾ ഇതാണ് കാഴ്ച. ചുറ്റിനും ഇത് തന്നെയാണ്. പരസ്പരം ജയിക്കിന്റെയും ചാണ്ടി ഉമ്മന്റെയും പേരിൽ തർക്കത്തിലേർപ്പെടുന്ന സുഹൃത്തുക്കൾ. ഇതിവിടുത്തെ ഒരു പതിവ് കാഴ്ചയായി മാറിയിരിക്കുന്നത്. നാൽക്കവലകളിൽ അല്ലെങ്കിൽ ഒഴിഞ്ഞിടങ്ങളിൽ, അവിടങ്ങളിൽ മാത്രമല്ല, അല്ലെങ്കിൽ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല, ഇങ്ങനത്തെ കൊച്ചു കൊച്ചു സ്ഥലങ്ങളിലും ആളുകൾ കൂടുന്ന എവിടെയും ഇത് മാത്രമാണ് ഇപ്പോൾ സംസാര വിഷയം. എന്തായാലും അവരോട് തന്നെ ചോദിക്കാം. സുഹൃത്തുക്കൾ തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് നല്ല രസമുള്ള ഒരു ചാറ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, പ്രധാനമായും 3 യുവാക്കളാണ്. എല്ലാവരും യുവാക്കളുടെ ഒരു പ്രതീകമാണ്. അത് BJP-യിലായാലും ശരി, UDF-ലായാലും LDF-ലായാലും. ചേട്ടൻ്റെ ഒരു അഭിപ്രായം എന്താണ്? ആർക്കാണ് ഒരു സാധ്യത കൂടുതൽ? സാധ്യതയല്ല, ചാണ്ടി ഉമ്മൻ തന്നെ ജയിക്കും. അതിന്റെ കാരണം സഹതാപം കൊണ്ടാണോ? ഒരിക്കലും അല്ല. കാരണം വെച്ചാൽ ഇപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ കോട്ടയത്തുള്ള എല്ലാ ആൾക്കാരും തന്നെ പണ്ട് നമുക്കൊരു അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ അല്ലെങ്കിൽ താഴെ തട്ടിയെന്ന ഒരാളുടെ റെക്കമെൻഡേഷൻ ഇല്ലാതെ നമുക്ക് നേരിട്ട് ചെന്ന് എന്താവശ്യവും പറയാൻ പറ്റുന്ന ഒരാളായിരുന്നു ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ ഒരു വഴി തന്നെ ആയിരിക്കും മകൻ തന്നെയാണ് ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നത്. അതായത് ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞ് ജയിക്കാൻ പറ്റുള്ളൂ എന്ന് തന്നെയാണ് അല്ലേ? അല്ലാതെ ചാണ്ടി ഉമ്മന്റെ പേര് പറഞ്ഞ് ജയിക്കാൻ പറ്റില്ല, അങ്ങനെയാണോ ചേട്ടൻ പറഞ്ഞത്? ഉമ്മൻചാണ്ടിയുടെ കേസ് വേറെ, ചാണ്ടി ഉമ്മന്റെ കേസ് വേറെ. കാരണം വെച്ചാൽ ജയിക്കിനെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടിയുടെ ഇലക്ഷനിൽ നിന്ന് ഒരു പരിചയമുണ്ട്. കാര്യം വെച്ചാൽ 9500 വോട്ടിന് കുറച്ച ഒരു വ്യക്തിയാണ്. അത് മാത്രമല്ല, അത്രയും ഒരു 53 വർഷം എക്സ്പീരിയൻസ് ഒരാളുടെ ഒരു വ്യക്തിയായിട്ട് ഇലക്ഷനിൽ നിന്നൊരു വ്യക്തിയിൽ നിന്ന് അത്രയും ഒരു വോട്ട് കുറയ്ക്കാന്ന് പറഞ്ഞൊരു വലിയ കാര്യമാണ്. അപ്പം ജയിക്കിന് സാധ്യത കൂടുതലാണ്. പക്ഷെ പുള്ളിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ ചാണ്ടി ഉമ്മന്. അപ്പം ഇപ്പോഴത്തെ പറയുവാണെങ്കിൽ ഈ ഒരു സഹതാപ ഇത് തരംഗം തന്നെ സൃഷ്ടിക്കും. പിന്നെ ഈ നേരിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്ത് കാണാമെന്നത് പറഞ്ഞില്ലേ, അതായത് എനിക്കൊരു ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയത്തിൽ അദ്ദേഹം വന്നതിന് ശേഷം എത്ര പ്രാവശ്യം ജനസമ്പർക്ക പരിപാടി വെച്ചിട്ടുണ്ട്? അതായത് മുഖ്യമന്ത്രി ആയതിനു ശേഷം തൊട്ട് ഈ മരിച്ചവിടം വരെ, അല്ലെങ്കിൽ അതിനു മുമ്പ് മുഖ്യമന്ത്രി ആയിരുന്ന സമയം വരെ അയാൾ എത്ര പ്രാവശ്യം അദ്ദേഹം ഈ പറയുന്ന പോലെ, അതായത് ഇപ്പൊ ഇവൻ പറഞ്ഞ എത്ര വട്ടം ജനസമ്പർക്ക പരിപാടി വെച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. എന്തായാലും ഒരു വട്ടമെങ്കിലും വെച്ചിട്ടുണ്ടല്ലോ. അതുപോലും ഇല്ലാത്ത ആൾക്കാരാ ഇപ്പോ ബാക്കിയുള്ള ആൾക്കാരൊക്കെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ചേട്ടൻ ഈ മൈക്കും കൊണ്ട് എന്റെ മുന്നിൽ നിൽക്കാൻ പറ്റും? പിണറായി ഒരു തരത്തിലെങ്കിലും ഒരിക്കലെങ്കിലും ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഞാൻ പറയട്ടെ, ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഞാൻ ജയിക്കുമെന്നല്ല ഞാൻ പറഞ്ഞു. LDF സ്ഥാനാർത്ഥി ജെയ്സി തോമസിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഉടൻ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജെയ്സി തോമസും മറ്റ് CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളും ഘടകകക്ഷി നേതാക്കളും എല്ലാം തന്നെ ഇപ്പോൾ RDO ഓഫീസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ RDOയ്ക്ക് മുന്നിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നടക്കും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, LDF കൺവീനർ EP ജയരാജൻ, ഒപ്പം VN വാസവൻ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കൂടിയാണ്. ഒപ്പം മറ്റ് CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, CPM ജില്ലാ സെക്രട്ടറി, CPI ജില്ലാ സെക്രട്ടറി, കോൺഗ്രസ് എസ് നേതാവ് കടന്നപ്പള്ളി രാമേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ എല്ലാം തന്നെ കാൽനടയാത്രയായി നടന്നെത്തി RDO ഓഫീസിലേക്ക് എത്തുകയായിരുന്നു. ഇപ്പോൾ RDOയ്ക്ക് മുന്നിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നടത്തും. പൊതുവെ ഇത്തരം ചടങ്ങുകൾക്ക് ഇത്തരത്തിൽ LDF-ന്റെ അല്ലെങ്കിൽ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും ഇങ്ങനെ മുൻപ് നടന്ന ഇത്തരത്തിൽ പത്രിക സമർപ്പിച്ച് നമ്മൾ കണ്ടിട്ടില്ല. ഇതാദ്യമായാണ് ഇത്തരത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ അത്തരത്തിൽ പത്രികാ സമർപ്പണത്തിന്റെ ഭാഗമാകുന്നത്. എന്നാൽ പ്രവർത്തകരുടെ വലിയൊരു അകമ്പടിയില്ല. പക്ഷേ നേതാക്കൾ എല്ലാം തന്നെ, പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും തന്നെ കാൽനടയാത്രയായി നടന്നെത്തി RDO ഓഫീസിലേക്ക് എത്തുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെയാകും UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ പത്രിക സമർപ്പിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ LDF-ന്റെ കൺവെൻഷനും കോട്ടയത്ത് നടക്കുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള CPM-ന്റെ LDF-ന്റെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഇന്നത്തെ കൺവെൻഷനിലും പങ്കെടുക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി തൊട്ടുമുമ്പ് ജെയ്സി തോമസ് മറ്റ് നേതാക്കൾക്കൊപ്പം നടന്നു വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ
ജയിക്കും മറ്റ് നേതാക്കളും എല്ലാം തന്നെ അവിടെ RTO ഓഫീസിൽ എത്തിയിരിക്കുന്നു. RTOയ്ക്ക് മുമ്പാകെ ഉടൻ തന്നെ പത്രിക സമർപ്പിക്കുകയും ചെയ്യും. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുണ്ട്, LDF കൺവീനർ EP ജയരാജനുണ്ടായിരുന്നു, CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ K അനിൽകുമാറുണ്ട്, ജില്ലാ സെക്രട്ടറി AV റസലുണ്ട്, CPIയുടെ ജില്ലാ സെക്രട്ടറി VB ബിനു ഉണ്ടായിരുന്നു, ഒപ്പം കോൺഗ്രസ് എസ് നേതാവ് കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ടായിരുന്നു. MV ഗോവിന്ദൻ ഇപ്പോൾ RDO ഓഫീസിലെത്തിയ ശേഷം കാൽനടയായി ജെയ്സി തോമസിന് അവിടെ എത്തിയ ശേഷം അവിടെ നിന്ന് മടങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റ് നേതാക്കൾ അവിടെ തുടരുന്ന സാഹചര്യമുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്യും. UDFന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെയാണ് നടക്കുന്നത്. എന്തായാലും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് എല്ലാ അർത്ഥത്തിലും കടന്നിരിക്കുന്നു. കൃത്യമായ രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വികസനത്തിൽ ഊന്നിയുള്ള രാഷ്ട്രീയമാണ് LDF പറയുന്നത്. അത്തരത്തിൽ അതിന് മറുപടിയുമായി UDF സ്ഥാനാർത്ഥിയും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത് നമ്മൾ കണ്ടതാണ്. എന്തായാലും നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള സമയമാണ് ഇപ്പോൾ. LDFന്റെ നാമനിർദ്ദേശ പത്രിക അല്പസമയത്തിനുള്ളിൽ തന്നെ സമർപ്പിക്കും. അതിനായി നേതാക്കളെല്ലാം തന്നെ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ LDFന്റെ കൺവെൻഷനും നടക്കുന്നുണ്ട്. ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന UDFന്റെ കൺവെൻഷനും ഇന്ന് നടക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ വേർപാടിന്റെ 30-ാം ദിനമായി ഇന്ന് പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും പള്ളിയിൽ രാവിലെ നടന്നിരുന്നു. ഇന്നിപ്പോൾ UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ വീടുകൾ കയറിയുള്ള പ്രചാരണത്തിലാണ് നടക്കുന്നത്. ചില ഓഫീസുകളും സന്ദർശനം നടത്തുമെന്ന് തൊട്ടുമുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം വ്യക്തമാക്കിയതാണ്. തെരഞ്ഞെടുപ്പ് കൺവെൻഷനും UDFന്റെ നടക്കുന്നുണ്ട്. LDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനും ഇന്ന് വൈകിട്ടാണ് നടക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പണം അവിടെ കോട്ടയം RDO ഓഫീസിൽ നടക്കുകയാണ്. RDOയ്ക്ക് മുമ്പിൽ ജെയ്സി തോമസ് തൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടത്തും. അദ്ദേഹത്തിനൊപ്പം എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും അവിടെ CPMന്റെ ഓഫീസിൽ നിന്ന് കാൽനടയാത്രയായി നടന്നെത്തിയാണ് ജെയ്ക്കിനെ അവിടെ എത്തിച്ചത്. ഇപ്പോൾ ജെയ്സി തോമസ് നാമനിർദ്ദേശ പത്രിക RDOയ്ക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നു. അല്പസമയം മുമ്പാണ് ജെയ്സി തോമസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ LDF നേതാക്കളെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു. മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ ജെയ്ക്കിനൊപ്പം EP ജയരാജൻ, AV റസൽ, VB ബിനു, CPI ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ ജെയ്സി തോമസിനൊപ്പം ഉണ്ടായിരുന്നു. തൊട്ടുമുമ്പ് ജെയ്സി തോമസിനൊപ്പം അവിടെ കാൽനടയാത്രയായി നടന്നെത്തിയ MV ഗോവിന്ദൻ അല്പസമയം മുമ്പ് RTO ഓഫീസിൽ എത്തിയ ശേഷം അവിടെ നിന്ന് മടങ്ങിയിരുന്നു. മറ്റ് നേതാക്കൾ എല്ലാം തന്നെ അവിടെ തുടരുന്ന സാഹചര്യം. VN വാസവനുണ്ട്, K അനിൽകുമാറുണ്ട്, AV റസലുണ്ട്, VB ബിനു, CPI ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ അവിടെ തുടരുന്ന സാഹചര്യമുണ്ട്. ജെയ്സി തോമസ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക RDOയ്ക്ക് മുൻപാകെ സമർപ്പിച്ചിരിക്കുന്നു. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി ജെയ്സി തോമസ് വരണാധികാരിയായ കോട്ടയം RDOയ്ക്ക് മുന്നിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നന്ദകുമാർ അവിടെ നിന്നും ചേരുന്നു. നന്ദൻ, പത്രിക സമർപ്പിച്ചിരിക്കുന്നു, വിശദാംശങ്ങൾ. ഭവ്യ, അല്പം മുമ്പാണ് LDFന്റെ സ്ഥാനാർത്ഥി ജെയ്സി തോമസ് കോട്ടയം ഭരണാധികാരിക്ക് മുന്നിൽ, കോട്ടയം RDOയ്ക്ക് മുന്നിൽ ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാൻ സാധിക്കുന്നത് 4 സെറ്റ് നാമനിർദ്ദേശ പത്രികയാണ് ഇപ്പോൾ 3 സെറ്റ് നാമനിർദ്ദേശ പത്രികയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. എന്തായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ DYFI അടക്കമുള്ള സംഘടന, അല്ലെങ്കിൽ DYFI സംഘടന തന്നെയാണ് ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാനുള്ള പണം അടക്കം കെട്ടിവെക്കാൻ ജെയ്സി തോമസിന് കൈമാറിയത്. അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി പുതുപ്പള്ളിയിലെ കളം പൂർത്തിയാകുന്നതോടുകൂടി ജെയ്സി തോമസ് ആദ്യം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു. അതിനുശേഷമായിരിക്കും ഇനി കോട്ടയം DC ഓഫീസിലേക്ക് തിരിച്ചു പോവുകയും അവിടെ വച്ച് മാധ്യമങ്ങളെ കാണുകയും ചെയ്യുന്നത്. എന്തായാലും പുതുപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ചർച്ചകൾ നിറയുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. അതിൽ 3-ാം അംഗത്തിനാണ് ജെയ്സി തോമസ് ഇറങ്ങുന്നത്. 3-ാം അംഗത്തിന് ഇറങ്ങുമ്പോൾ വലിയ ആത്മവിശ്വാസത്തിലാണ് ജെയ്സി തോമസും LDFും ഉള്ളത്. അത് ജെയ്സി തോമസിന്റെ ഒരു മുഖത്തിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അത്രത്തോളം ആത്മവിശ്വാസത്തോടു കൂടിയാണ് 3-ാം അംഗത്തിന് ജെയ്സി തോമസ് ഇറങ്ങുമ്പോൾ
ജെയ്സി തോമസ് നാമനിർദ്ദേശ പത്രികയ്ക്ക് നൽകാനായി ഇവിടെ കോട്ടയം RDOയ്ക്ക് മുന്നിൽ എത്തിയപ്പോഴും വളരെയധികം ആത്മവിശ്വാസം ഇപ്പോൾ നൽകുന്ന അല്ലെങ്കിൽ ആ രീതിയിലാണ് ഇപ്പോൾ ജെയ്സി തോമസും LDFും ഉള്ളത്. പ്രധാനമായും ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് പോകുമ്പോൾ കൂടിയും കൃത്യമായ രീതിയിൽ ഒരു മേൽക്കൈ LDFിന് നേടാൻ സാധിക്കുമെന്ന രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് ഇപ്പോൾ ജെയ്ക്കിനും LDFിനും ഉള്ളത്. എന്തായാലും അല്പം മുമ്പാണ് കോട്ടയം ഭരണാധികാരി RDOയ്ക്ക് മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി ജെയ്സി തോമസ് എത്തിയത്. ഭവ്യ. യെസ്, നന്ദകുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ജെയ്സി തോമസും മറ്റ് നേതാക്കളും അവിടെ കോട്ടയം RDOയ്ക്ക് മുൻപിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത്. 3 സെറ്റ് നാമനിർദ്ദേശ പത്രികയാണ് ജെയ്സി തോമസ് ഇപ്പോൾ അവിടെ സമർപ്പിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, LDF കൺവീനർ EP ജയരാജൻ, ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കൂടിയായ VN വാസവൻ, മറ്റ് CPM നേതാക്കൾ, CPM ജില്ലാ സെക്രട്ടറി, CPI ജില്ലാ സെക്രട്ടറി, കോൺഗ്രസ് എസ് നേതാവ് കടന്നപ്പള്ളി രാമേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ കാൽനടയാത്രയായാണ് RDO ഓഫീസിൽ എത്തുകയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തത്. എന്തായാലും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ LDF ആണ് ആദ്യ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. നാളെ UDF സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണമുണ്ടാകും. തൊട്ടുപിന്നാലെ BJP സ്ഥാനാർത്ഥിയുടെയും നാമനിർദ്ദേശ പത്രിക സമർപ്പണമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. SP നന്ദകുമാർ തുടരുന്നുണ്ട്. നന്ദൻ, നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് പങ്കുവയ്ക്കാം. ഭവ്യ, പ്രധാനമായും ഒരു സെറ്റ് നാമനിർദ്ദേശ പത്രിക മാത്രമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. മറ്റ് 2 സെറ്റുകൾ കൂടി അല്പസമയത്തിനുള്ളിൽ തന്നെ നാമനിർദ്ദേശ പത്രിക നൽകുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും ഇവിടെ നിന്ന് DC ഓഫീസിലേക്ക് ജയിക്കും. അതോടൊപ്പം തന്നെ LDFിന്റെ നേതാക്കന്മാരായ CPM സംസ്ഥാന സെക്രട്ടറി കൂടിയായ MV ഗോവിന്ദനും അതോടൊപ്പം തന്നെ LDF കൺവീനർ EP ജയരാജൻ അടക്കം DC ഓഫീസിൽ വെച്ച് മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. എന്തായാലും വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് LDFിന്റെ ഈ ഒരു നീക്കം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം പുതുപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം പുതുപ്പള്ളിയിൽ ആദ്യമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥി ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഒരു അജണ്ട സെറ്റ് ചെയ്ത് തന്നെയാണ് LDFിന്റെ ഒരു ഇലക്ഷൻ ക്യാമ്പയിനും മുന്നോട്ട് പോകുന്നത്. കാരണം വികസനം മാത്രം ചർച്ച ചെയ്തുള്ള ഒരു ക്യാമ്പയിൻ എന്ന രീതിയിൽ തന്നെയാണ് LDF മുന്നോട്ട് പോകുന്നത്. മറ്റ് വിവാദ വിഷയങ്ങളോ മറ്റ് സർക്കാരിനെതിരെയുള്ള വിഷയങ്ങളോ സംസാരിക്കാതെ കൃത്യമായി ഈ കോൺഗ്രസിനെ കൊണ്ട് തന്നെ ഒരു വികസനം ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു LDFിന്റെ തീരുമാനം. ആ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ തരത്തിലും LDFിന്റെ ആ ഒരു തീരുമാനം അല്ലെങ്കിൽ LDFിന്റെ ആ ഒരു അജണ്ട സെറ്റ് ചെയ്തുള്ള മുന്നോട്ട് പോകുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം നമുക്കറിയാവുന്നതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ വിയോഗം അത് അപ്രതീക്ഷിതമായിരുന്നു. അതിനുശേഷം വരുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കൂടി വലിയ സമയം അത് LDFിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കോ ഇല്ലായിരുന്നു. എന്നാൽ കൂടി കൃത്യമായ രീതിയിൽ കോൺഗ്രസ് ആദ്യം ചാണ്ടി ഉമ്മനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നു. ഒരു മേൽക്കൈ നേടാനുള്ള ശ്രമം നടത്തുന്നു. കൃത്യമായ രീതിയിൽ ഒരു മേൽക്കൈ നേടാനുള്ള എല്ലാ ശ്രമങ്ങളും UDF നടത്തുകയും ചെയ്യും. അതിന് പിന്നാലെയാണ് LDFിന്റെ സ്ഥാനാർത്ഥിയായി ജെയ്സി തോമസ് വീണ്ടും 3ാം അംഗത്തിന് ഇറങ്ങുകയും ആ ഒരു 3ാം അംഗം ജെയ്സി തോമസ് കടുത്ത ഒരു പ്രചരണം നടത്തുകയും ഇപ്പോൾ LDFും UDFും ഒപ്പത്തിനൊപ്പം എന്ന രീതിയിലേക്ക് എത്തി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും RDO മുമ്പാകെ LDF നേതാക്കളടക്കം ഇവിടെയുണ്ട്. അവരൊക്കെ തന്നെ നാമനിർദ്ദേശ പത്രിക ഇനി 2ാം സെറ്റ് നാമനിർദ്ദേശ പത്രിക ഇപ്പോൾ സമർപ്പിക്കും. അതിന്റെ എല്ലാ നടപടിക്രമങ്ങളുമാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ ആദ്യ സെറ്റ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ബാക്കി 2 സെറ്റ് നാമനിർദ്ദേശ പത്രിക കൂടി സമർപ്പിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ DYFI തന്നെയാണ് ഇത്തരത്തിൽ ഈ ഇലക്ഷന് നിൽക്കാനുള്ള പണം അല്ലെങ്കിൽ ആ തുക കെട്ടിവെക്കാൻ ആ ഒരു പണം ജെയ്സി തോമസിന് കൈമാറുകയും ചെയ്തു. അത്തരത്തിൽ എല്ലാ തരത്തിലും ഒരു കൃത്യതയോടെ അല്ലെങ്കിൽ എല്ലാ തരത്തിലും ഒരു മേൽക്കൈ നേടാനുള്ള ശ്രമം തന്നെയാണ് LDF നടത്തുകയും ചെയ്യുന്നത്. ആ ആത്മവിശ്വാസം ഇപ്പോൾ ജയിക്കിനും അതോടൊപ്പം തന്നെ LDFിനും ഉണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല. യെസ്, നന്ദനാണ് അവിടെ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ LDF. കൂടുതൽ വാർത്തകളിലേക്ക്. മഹാരാജാസ് കോളേജിൽ കാഴ്ചപരിമിതിയുള്ള അധ്യാപകനെ അപമാനിച്ച സംഭവത്തിൽ വിവരങ്ങൾ തേടി പോലീസ്. അധ്യാപകനിൽ നിന്നും എറണാകുളം സെൻട്രൽ പോലീസാണ് വിവരങ്ങൾ തേടിയത്. സംഭവത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ കോളേജ് അധികൃതർ പോലീസിൽ പരാതി നൽകും. വിഷയത്തിൽ കോളേജ് ആഭ്യന്തര സമിതി ഇന്ന് അന്വേഷണം തുടങ്ങും. നവമി ദിനേശ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. നവമി, എന്തായാലും നിയമ നടപടിക്ക് തന്നെ കോളേജ് ഒരുങ്ങുകയാണല്ലേ? അതെ, തീർച്ചയായും രഞ്ജിനി. നിലവിൽ മാധ്യമങ്ങൾ വന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സെൻട്രൽ പോലീസ് ഉദ്യോഗസ്ഥരെത്തി അധ്യാപകനിൽ നിന്നും
പ്രാഥമികമായ വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ഈ സംഭവം നടന്ന പശ്ചാത്തലം, ഈ ആളുകൾ പറഞ്ഞ എന്താണ് അധ്യാപകൻ അറിഞ്ഞതെന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രാഥമികമായി അന്വേഷണ സംഘം ശേഖരിച്ചിരിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായ ഒരു പരാതി കോളേജിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയാൽ മാത്രമേ പോലീസിന് ആ രീതിയിലുള്ള നിയമപരമായുള്ള ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. എന്തായാലും മഹാരാജാസ് കോളേജിലെ കമ്മിറ്റി, അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഔദ്യോഗികമായുള്ള ഒരു പരാതി കോളേജ് പ്രിൻസിപ്പൽ പോലീസിന് നൽകുകയുള്ളൂ. എന്തായാലും പരാതി നൽകാൻ തന്നെയാണ് കോളേജ് പ്രിൻസിപ്പലിന്റെ തീരുമാനം. 2016 ഈ ആക്ട് പ്രകാരം ഉള്ള ഒരു പരാതിയാണ് നൽകുന്നത്. അതായത് ഇത്തരത്തിൽ ഈ കാഴ്ചപരിമിതിയുള്ള അധ്യാപകരെ അല്ലെങ്കിൽ വ്യക്തികളെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ അപമാനിക്കുന്ന തരത്തിൽ എന്തെങ്കിലും കണ്ടെത്തിയാൽ ആ നിയമപ്രകാരമുള്ള ഒരു കേസായിരിക്കും എടുക്കുക. അതുമായി തന്നെ മുന്നോട്ട് പോകാനാണ്, പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോളേജ് അധികൃതരുടെ തീരുമാനം. എന്നാൽ KSU ഇന്നലെ കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അതായത് ഈ വിഷയത്തിൽ ഒരു KSUവിന്റെ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഫാസിൽ ആണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ മുഹമ്മദ് ഫാസിലിനെ എതിരെ നടത്തിയിരിക്കുന്ന ഈ ഒരു ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും എന്ന ഒരു കാര്യമാണ് KSU ഉന്നയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരാതിയുമായി KSU മുന്നോട്ട് പോയിട്ടുണ്ട്. എന്തായാലും കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതോടൊപ്പം അധ്യാപകൻ ഇന്നലെ പറഞ്ഞത് തനിക്ക് ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, കോളേജിനുള്ളിൽ നടന്ന സംഭവമായതിനാൽ കോളേജിൽ തന്നെ തീർക്കണം, മാപ്പ് പറഞ്ഞ ശേഷം കുട്ടികൾ തിരികെ ക്ലാസ്സിലേക്ക് കയറട്ടെ എന്നാണ് അധ്യാപകന്റെ ആവശ്യം. എന്തായാലും അധ്യാപകനും ഈ പരാതിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ മാത്രമായിരിക്കും പോലീസിന് ഇതിൽ ചോദ്യം ചെയ്യൽ, ഈ വിദ്യാർത്ഥികളെ അടക്കം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ളൊരു നിയമപരമായി ചോദ്യം ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടാകും. എന്തായാലും അധ്യാപകന്റെ ഒരു പ്രതികരണം കൂടിയാണ് നമുക്ക് ഇന്ന് തേടേണ്ടിയുള്ളത്. എന്തായാലും നമ്മൾ കോളേജിൽ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മഹാരാജാസ് കോളേജിലാണ്. ഇവിടെ പ്രിൻസിപ്പൽ ആയാലും അധ്യാപകനായാലും ഇനി ഒരു കൂടുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തി ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അധ്യാപകനായിട്ട് നിലവിൽ പരാതിയുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല, പരാതിയില്ല എന്നാണ് അധ്യാപകൻ പറയുന്നത്. എന്തായാലും പ്രിൻസിപ്പലിന് ഈ റിപ്പോർട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും കൂടുതൽ നടപടി. നവമിയാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് NSS നടത്തിയ നാമജപ ഘോഷയാത്രയ്ക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കാൻ നീക്കം. സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നിയമസാധുത പരിശോധിച്ചു. നാമജപ ഘോഷയാത്ര നടത്തിയവർക്ക് ഗൂഢലക്ഷ്യമില്ലായിരുന്നുവെന്നും അക്രമം നടത്തിയില്ല എന്നും വിശദീകരിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകാനാണ് ആലോചന. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് NSSനെ അനുനയിപ്പിക്കാനാണ് സർക്കാർ നീക്കം. വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നു. വിനോദ് സൂചിപ്പിച്ച പോലെ എന്തായാലും അനുനയ നീക്കമാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് സുകുമാരൻ നായർ മാധ്യമങ്ങളെ കണ്ടപ്പോഴും സമദൂരമാണ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുക എന്ന നിലപാട് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ നാമജപ ഘോഷയാത്രയ്ക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുമ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു അനുനയ നീക്കമുണ്ടാകുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. സംസ്ഥാന ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് പുരസ്കാര നിർണയത്തിൽ ഇടപെട്ടെന്ന് ചൂണ്ടിക്കാട്ടി സംവിധായകൻ ലിജേഷ് മുല്ലയെഴുത്ത് നൽകിയ ഹർജിയാണ് തള്ളിയത്. വിവരങ്ങളുമായി നവമിയാണ് ചേരുന്നത്. നവമി, ഹർജി തള്ളിയിരിക്കുന്നു. കോടതിയുടെ നിരീക്ഷണങ്ങൾ എങ്ങനെയാണ്? രഞ്ജിനി, സിംഗിൾ ബെഞ്ച് നേരത്തെ ഈ ഒരു ഹർജി തള്ളിയിരുന്നു. കോടതി പറയുന്നത് ഇതിൽ കൃത്യമായൊരു തെളിവുകളില്ല, കേട്ടറിവിന്റെ ധാരണയിൽ, അത് കേട്ടറിഞ്ഞത് കൊണ്ട് ഇത്തരത്തിലൊരു പരാതിയുമായി കോടതിയെ സമീപിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് സിംഗിൾ ബെഞ്ച് ഈ ഒരു ഹർജി തള്ളിയത്. അതിനെ തുടർന്നാണ് സംവിധായകൻ ഡിവിഷൻ ബെഞ്ചിനേക്ക് സമീപിച്ചിരിക്കുന്നത്. എന്നാൽ ഡിവിഷൻ ബെഞ്ചും സിംഗിൾ ബെഞ്ചിന്റെ ഈ ഉത്തരവിനെ ശരിവെച്ചിരിക്കുകയാണ്, ഈ ഹർജി തള്ളിയിരിക്കുകയാണ്. അതായത് സംവിധായകനല്ല ചലച്ചിത്ര അവാർഡിനായി അപേക്ഷിച്ച നിർമ്മാതാവായിരിക്കണം ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഹർജിയുമായി സമീപിക്കേണ്ടത് എന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ റിട്ട് ഹർജി സമർപ്പിക്കുന്ന വേളയിൽ ആരോപണങ്ങളെ സാധൂകരിക്കാൻ തക്കവണ്ണമുള്ള തെളിവുകൾ ഹാജരാക്കുന്നതിൽ ഹർജിക്കാരൻ പരാജയപ്പെട്ടു എന്നടക്കമുള്ള കാര്യങ്ങളാണ് കോടതി ഈ ഹർജി തള്ളിക്കൊണ്ട്
പറയുന്നത്. ഈ സംവിധായകൻ പറയുന്നത്, അതായത് വിനയന്റെ ചിത്രത്തിനടക്കം തഴഞ്ഞുകൊണ്ടുള്ള ചില ഇടപെടലുകൾ ചെയർമാനായ രഞ്ജിത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇതടക്കം ഈ വിനയനെ ഉൾപ്പെടെ ഈ ഹർജിക്കാരനാക്കണം, പരാതിക്കാരനാക്കണമെന്ന ആവശ്യം കൂടി ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇതിനെയെല്ലാം തള്ളിക്കൊണ്ട് ഉള്ള ഒരു ഉത്തരവാണ് ഡിവിഷൻ ബെഞ്ച് ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മോൻസൺ മാവുങ്കലിന്റെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മുൻ DIG S സുരേന്ദ്രൻ ED മുൻപാകെ ഹാജരാകില്ല. ഹാജരാകാൻ കഴിയില്ലെന്ന് ED അറിയിച്ചു. അന്വേഷണ സംഘം ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. ഡാനി പോൾ ചേരും. ഡാനി, എങ്ങനെയാണ് വിശദാംശങ്ങൾ? മുൻ DIGയോട് ഇന്ന് ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരുന്നത്. ഇതിൽ കൂടുതൽ വിശദാംശങ്ങളടക്കം ഹാജരാക്കാനായിട്ട് രേഖകളടക്കം ഹാജരാക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേന്ദ്രൻ ഇതിനു മുൻപ് EDക്ക് മുൻപാകെ ഹാജരായിരുന്നു. അതിനുശേഷം പിന്നീട് ഇതൊരു പുതിയ വിവാദത്തിലേക്ക് വരുന്നു. ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുക്കുകയും അതോടൊപ്പം തന്നെ ഈ കേസിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കപ്പെട്ട KPCC പ്രസിഡന്റ് K സുധാകരൻ, അതോടൊപ്പം മറ്റ് ഈ DIG S സുരേന്ദ്രൻ ഇവർ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടുന്ന അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഇതിനുശേഷമാണ് ED ഈ കേസിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരിട്ട് വിശദാംശങ്ങൾ ലഭ്യമാക്കാനായിട്ട് IG ലക്ഷ്മൺ, അതോടൊപ്പം തന്നെ S സുരേന്ദ്രൻ, KPCC പ്രസിഡന്റ് K സുധാകരൻ തുടങ്ങിയവരെ വിളിച്ചു വരുത്താനായിട്ട് നോട്ടീസ് അയക്കുകയും ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ലക്ഷ്മണും ഇതുപോലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ എത്തിയില്ല. സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സുരേന്ദ്രനും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ എത്തുന്നില്ല. പകരം അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ED ചില രേഖകളടക്കം നൽകണമെന്ന്, അതിന്റെ വിശദാംശങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് ഇന്ന് ഹാജരാകാത്തതെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് അദ്ദേഹം ഹാജരാകുന്നില്ല എന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഡാനിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്ക്. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5435 രൂപ, പവന് 43,480 രൂപ. വെള്ളി ഗ്രാമിന് 77 രൂപ, കിലോയ്ക്ക് 77,000 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,308 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.newsagent.com.